നമസ്കാരം. മഴ നമ്മളിൽ പല പല വികാരങ്ങളും ഉണർത്തുന്നു. വെയിലിന്റെ ചൂടേറ്റ് വാടിത്തളർന്നിരിക്കുന്ന മരങ്ങൾക്കും ചെടികൾക്കും ആശ്വാസം നൽകുന്നത് പോലെ നമ്മൾ മനുഷ്യരിലും മഴ പലപ്പോഴും സന്തോഷം നിറയ്ക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ മഴ ദുഃഖത്തിന്റെ പ്രതീകമായി മാറുന്നു. അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങളാണ് മഴ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ മഴക്കാലത്ത് രസകരങ്ങളായ ചില മഴ വിശേഷങ്ങളാവാം അല്ലേ? മഴത്തുള്ളികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മേഘത്തിൽ നിറയെ ചെറിയ വെള്ളത്തുള്ളികൾ ഉണ്ടാവും. അവ പരസ്പരം കൂട്ടിയിടിച്ച് വലുതാകും. പിന്നാലെ മേഘത്തിൽ തങ്ങി നിൽക്കാൻ പറ്റാത്തത്ര ഭാരം വരുമ്പോൾ അവ മഴയായി താഴേക്ക് വീഴും. വെള്ളത്തുള്ളികൾ പൊടി, ഉപ്പ്, പുക എന്നിങ്ങനെയുള്ള ചെറിയ കണികകളുമായി ഒട്ടിച്ചേർന്നാണ് മഴത്തുള്ളികൾ രൂപം കൊള്ളുന്നത്. ഈ പൊടികൾക്ക് നല്ല നിറമൊക്കെ ഉണ്ടെങ്കിൽ മഴയ്ക്കും ചെറിയ നിറമാറ്റമൊക്കെ സംഭവിക്കാം. എന്നാൽ ഇത് വളരെ അപൂർവമാണ്. ചിലപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നിലത്തെത്തുന്നതിനു മുന്നേ അത് ആവിയായി പോകും. ഇതിനെ വിർഗ എന്ന് വിളിക്കും. സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവ മഴയുമായി കൂടിച്ചേരുമ്പോഴാണ് അത് ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും മറ്റുമാണ് ഇത്തരത്തിലുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. പുതുമഴ പെയ്യുമ്പോൾ മണ്ണിനൊരു പ്രത്യേക ഗന്ധം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിനെയാണ് പെട്രിക്കോവ് എന്ന് പറയുന്നത്. സസ്യ എണ്ണകൾ, ബാക്ടീരിയകൾ, ഓസോൺ തുടങ്ങിയവയുടെ മിശ്രിതം കാരണമാണ് ഈ മണമുണ്ടാകുന്നത്. വരണ്ട മണ്ണിൽ മഴത്തുള്ളികൾ വീഴുമ്പോൾ ഈ വസ്തുക്കളെല്ലാം ചേർന്ന് വായുവിൽ ഒരു പ്രത്യേക ഗന്ധം രൂപപ്പെടുത്തുന്നു. ഈ ഗന്ധമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ മഴത്തുള്ളികൾ ആദ്യം മഞ്ഞുതരികളായിട്ടാണ് വരുന്നത്. പക്ഷെ താഴേക്ക് വരുമ്പോൾ ചൂടേറ്റ് അത് വെള്ളമായി മാറും. കൂടുതൽ അറിവുകൾക്കും പരീക്ഷാ വിജയത്തിനും ഹാന സ്റ്റുഡൻസ് ഇന്ത്യ പഠന സഹായികൾ കരസ്ഥമാക്കുക.